സംഗതി ചാറ്റ് GPT പോലെ തന്നെ ഒരു സാധാരണ ലാർജ് ലാംഗ്വേജ് മോഡലാണ്. എന്നുവെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ ചോദ്യം ചോദിച്ചാൽ അതേ ഭാഷയിൽ തന്നെ മറുപടി പറയും. ലളിതമായി ഇങ്ങനെ പറയാം, ആ സംസാരം ഒരു യന്ത്രത്തിന് എളുപ്പത്തിലല്ലാത്തതുകൊണ്ടാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ ഒരു വലിയ കണ്ടെത്തലായത്. ഇതുവഴി യന്ത്രം നമുക്ക് ലേഖനം എഴുതിത്തരും, കവിതയോ കഥയോ എഴുതിത്തരും, സങ്കീർണമായ കമ്പ്യൂട്ടർ കോഡിങ്ങുകൾ വരെ ചെയ്തു തരും. അങ്ങനെ ഭാഷ കൊണ്ട് എന്തും ചെയ്യും. ഇതിന് നമ്മുടെ ഭാഷയിൽ എഴുതിയിട്ടുള്ള, പറഞ്ഞിട്ടുള്ള, രേഖപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കോടിക്കണക്കിന് ടെക്സ്റ്റുകൾ AI മോഡലിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. ആ പരിചയത്തിൽ നിന്നാണ് ഇത് സാധ്യമാകുന്നത്. ഇത് ചാറ്റ് GPT ചെയ്യുന്നത് പോലെ തന്നെ ഡീപ് സീക്കും ചെയ്യും. അത്രയേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഡീപ് സീക്കിനെ OpenAI ഭയക്കുന്നത് എന്ന് നോക്കാം. OpenAI വർഷങ്ങളെടുത്താണ് അതിന്റെ ലാർജ് ലാംഗ്വേജ് മോഡലിനെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുത്തത്. ഡീപ് സീക്ക് 2023 മാത്രം നിലവിൽ വന്ന കമ്പനിയാണ്. പഠിക്കാൻ കഷ്ടിച്ച് 2 വർഷം കിട്ടിയിട്ടേ ഉണ്ടാകൂ. അതുകൊണ്ടും തീർന്നില്ല. OpenAI അതിന്റെ ചിപ്പ് തയ്യാറാക്കാൻ ചെലവാക്കിയത് $100 ബില്യൺ. അതിന്റെ 10-1 താഴെ മാത്രമാണ് ഡീപ് സീക്കിന് വേണ്ടി വന്നത്. NVIDIA എന്ന അമേരിക്കൻ കമ്പനിയാണ് OpenAI അടക്കമുള്ള വൻകിട ലാർജ് ലാംഗ്വേജ് മോഡലുകൾക്ക് ചിപ്പ് എന്ന് വിളിക്കുന്ന ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ നൽകുന്നത്. 2024 വരെ ആപ്പിളിനേക്കാളും മൈക്രോസോഫ്റ്റിനേക്കാളും മുകളിൽ നിൽക്കുന്ന കമ്പനി. അവരുടെ അടിവേരിളക്കിക്കൊണ്ടാണ് കുറഞ്ഞ ചിലവിലെ ചിപ്പുകളുമായി ഡീപ് സീക്ക് വിപണി പിടിച്ചെടുക്കുന്നത്. ഒരൊറ്റ വർഷം കൊണ്ട് iOS-ലും ആൻഡ്രോയിഡിലും ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട AI മോഡലായി ഡീപ് സീക്ക് മാറിയിരിക്കുകയാണ്. ചൈനീസ് ഭരണകൂടം നൽകുന്ന വൻ പിന്തുണ കൂടിയായതോടെ ഡീപ് സീക്ക് ഈ രംഗത്തെ വൻ വൃക്ഷമായി വളർന്നു വരികയാണ്. ഇനി ഇതിന് പിന്നിലൊരു പകവീട്ടലിന്റെ കഥ കൂടിയുണ്ട്. ഡീപ് സീക്കിന്റെ സ്ഥാപകൻ ലിയാങ് വെൻഫെങ് നേരത്തെ ചൈനയിലെ NVIDIA ചിപ്പുകളുടെ വിതരണക്കാരനായിരുന്നു. 2022 സെപ്റ്റംബറിൽ ചൈനയിലേക്കുള്ള ചിപ്പുകളുടെ വിതരണം അമേരിക്ക നിർത്തി. ഒരുതരം ഉപരോധം എന്ന് വേണമെങ്കിൽ പറയാം. ലിയാങ്ങിന്റെ കട ഇതോടെ പൂട്ടി. അന്നാണ് സ്വന്തമായി ചിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ലിയാങ് നടത്തുന്നത്. അതൊടുവിൽ NVIDIAയുടെ വിപണി പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് എത്താൻ കഷ്ടിച്ച് 2.5 കൊല്ലമേ വേണ്ടി വന്നിട്ടുള്ളൂ. ഡീപ് സീക്കിന്റെ വരവോടെ NVIDIAയുടെ വിപണി മൂല്യം ഇടിഞ്ഞ് ഇപ്പോൾ 3ാമതെത്തിയിരിക്കുകയാണ്. ഇതിലൊരു അമേരിക്ക ചൈന ശീതയുദ്ധം കൂടിയുണ്ട്. ചൈനീസ് ഭരണകൂടത്തിന്റെ AI നയം 4 വർഷം മുൻപ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞത് ചൈന മറ്റാരുടെയും പിന്നിലേക്ക് പോകില്ല, മുന്നിൽ നടക്കുമെന്നാണ്. സംഗതി നടന്നു. ഡീപ് സീക്ക് മുന്നിൽ എത്തുകയും ചെയ്തു. ചൈനീസ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയും സഹകരണത്തോടെയും വൻതോതിൽ ഡീപ് സീക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുകയാണ്. ജനറേറ്റീവ് AI മോഡൽ കൂടി ഉണ്ടാക്കാനായി. അതായത് ശൂന്യതയിൽ നിന്ന് ചിത്രങ്ങളും വീഡിയോകളും സംഗീതവും ഒക്കെ ഉണ്ടാക്കുന്ന മനുഷ്യന്റെ കലാപരമായ ശേഷി കൂടിയുള്ള യന്ത്രങ്ങൾ ഉണ്ടാക്കാൻ. മറുവശത്ത് ഡീപ് സീക്കിന് മൂക്കുകയറിടാൻ അമേരിക്ക സ്വീകരിക്കുന്നത് പഴയ വഴി തന്നെയാണ്. സുരക്ഷാ പ്രശ്നം കാണിച്ച ഡീപ് സീക്കിനെ നിരോധിക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ്. എന്നാൽ ജനറേറ്റീവ് AI കൂടി വരുന്നതോടെ ഈ രംഗത്തെ ഉപഭോക്താക്കൾക്ക് ഡീപ് സീക്കിനെ മാറ്റി നിർത്താനാകില്ലെന്ന സ്ഥിതി വരും.